ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന റവ കൊണ്ടുള്ള ഒരു സ്നാക്സാണ്. വളരെ ടേസ്റ്റിയാണ്. 1 കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരണം. അതിനായിട്ട് നമുക്ക് അത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. നമുക്കൊരു 2 മിനിറ്റ് ഒരു 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് തിളച്ച് കിട്ടും. ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഞാൻ അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒരു 1/2 കപ്പോളം വരും ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഒരു ഗ്രേറ്റ് ചെയ്ത 1/2 കപ്പ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചു. അത് നമുക്ക് ആ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. 2 മിനിറ്റ് 3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. ക്യാരറ്റൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ക്യാരറ്റ് ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് 1 കപ്പ് റവ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളവും അതുപോലെ തന്നെ ആ ക്യാരറ്റും നെയ്യും ഉപ്പും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളം തിളച്ച വെള്ളം എല്ലായിടത്തേക്കും റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് റവ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതിലൊരു വിഭവമാണ് റവ കൊണ്ട് ഇങ്ങനത്തെ ഒരു സ്നാക്ക്. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ക്യാരറ്റും റവയോടൊപ്പം ക്യാരറ്റും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ഇടുന്നത് കാരണം വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് ഓരോ ദിവസവും പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സോ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഇതും അങ്ങനെ ഒരു വെറൈറ്റി വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ റവയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ആ വെള്ളം റവയുടെ എല്ലാ ഭാഗത്തും ചെല്ലണം. റവ വേകാതെ കിടക്കരുത്, നന്നായിട്ട് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് തേച്ച് ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ തേച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി അത് നമുക്ക് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മളുടെ റവ ചവിട്ടി പിടിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇപ്പം നന്നായിട്ടൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. ഒരു മിനിറ്റോളം ഇരുന്നാൽ മതി. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അത് ഇപ്പം എല്ലാം നന്നായിട്ട് നമ്മളുടെ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. അതൊന്ന് ആറട്ടെ. ഇപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കും പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആകും.
അതിനായിട്ട് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്നാക്സ് വളരെ സോഫ്റ്റായിട്ട് മാറും. എന്താ ഈ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ആ ക്യാരറ്റും അതുപോലോടൊപ്പം തന്നെ ആ റവയും അതുപോലെ തന്നെ ആ നെയ്യും എല്ലാം കൂടി എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം ഒരേ മുഴുപ്പിലാണെങ്കിലാണ് നമുക്കത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒരേ രീതിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം, എന്നാലും എല്ലാം ഒരേ മുഴുപ്പിലായിരിക്കണം. അതാണ് ഒരു ഭംഗി അല്ലേ? ഇത് കഴിക്കാനും വളരെ ടേസ്റ്റായിരിക്കും. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ അത് വളരെ അവർക്ക് കൗതുകം ആകുന്ന വിധത്തിൽ ഉള്ള ഷേപ്പിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ചെറിയ ബോളുകളാക്കിയാണ് അത് എടുക്കുന്നത്. നമ്മൾക്ക് ഇച്ചിരി എണ്ണ നമ്മുടെ കയ്യിൽ തൂക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് നമുക്കത് ബോളുകളാക്കി എടുക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് കുഴച്ച് ഉരുളകളാക്കി എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് കണ്ടോ. ഇപ്പം ഞാൻ എല്ലാം അതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ നോൺ സ്റ്റിക്ക് പാനോ നമ്മൾ ഉപയോഗിച്ച നോൺ സ്റ്റിക്ക് പാൻ തന്നെ കഴുകി വൃത്തിയാക്കിയോ വേറൊരു നോൺ സ്റ്റിക്ക് പാനോ നമുക്ക് അടുപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം കടുകിട്ട് കൊടുക്കാം. ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് കടിക്കാനും കിട്ടുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റാണ് അല്ലേ? കുട്ടികളൊക്കെ കടിക്കുമ്പോൾ നമ്മൾക്ക് അത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കടിക്കാനും കിട്ടുമ്പോൾ നമുക്കതൊരു നല്ലൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആ എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണയായിട്ട് എടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ എണ്ണ മാത്രമേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു ടീസ്പൂണ് ഉഴുന്ന് പരിപ്പിട്ട് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ സവോള ഇട്ടു. സവോള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു 2 വേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അതുകൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ.
അതോടൊപ്പം തന്നെ ഞാൻ എരിവിനായിട്ട് ചില്ലി ഫ്ലെക്സ് ആണ് ഇടുന്നത്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ഇടാം, കുരുമുളക് പൊടിയാണ് ഇഷ്ടമെങ്കിൽ അതിടാം. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു. ആ തേങ്ങയും കൂടി കിട്ടുമ്പോഴേ വളരെ ടേസ്റ്റാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇളക്കി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ഡ്രൈ ആയത് ഒരു കുഴമ്പ് പരുവമാകുവാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ആ വെള്ളം നമുക്കൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മളുടെ വെള്ളമൊക്കെ മുഴുവൻ പറ്റിയിട്ടില്ല, കുറച്ച് പറ്റി. എന്നാലും ആ ഡ്രൈ ആയിട്ടുള്ളത് മാറി സോഫ്റ്റായി. അതോടുകൂടി അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തു, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. ഇനി അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ ബോള്, റവ കൊണ്ടുണ്ടാക്കിയ ബോൾ ഇട്ട് കൊടുക്കാം. നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി മസാലകളൊക്കെ റവയുടെ ആ ബോളിലേക്ക് തേച്ചൊന്ന് പിടിപ്പിച്ച്, വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. വളരെ ടേസ്റ്റാണ്. നമ്മളിതിനകത്ത് എണ്ണ കൂടുതലൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ 1 കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ സമൃദ്ധമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ മസാലകളൊക്കെ ആ ബോളിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, വളരെ ടേസ്റ്റാണ്. കഴിച്ച് നോക്കണം. കണ്ടോ, ഇത്ര ഭംഗിയാന്ന് നോക്കിയേ, ഇത്ര ടേസ്റ്റാണ് കേട്ടോ.